അടുത്തതൊരു ഡ്യുവറ്റ് ഡാൻസ് ആണ്. വേദിയിലേക്ക് വരുന്നത് പ്രിയ മേനൻ ആൻഡ് രാഗരാജ്.
വെക്കണ്ട. ആഘോഷ പ്രകമ്പനം ആഘോഷ പ്രകമ്പനം ആഘോഷ പ്രകമ്പനം. അടുത്തത് നമുക്കൊരു ഓണം ഫ്യൂഷൻ സോങ്, അത് ഡാൻസിലൂടെ നമുക്ക് കാണാം. രംഗത്ത് തുഷാര സനിത് നായർ, സൗമ്യ ലക്ഷ്മി, ശ്രുതി സുഭാഷ്, ചിത്ര പ്രസാദ്, രശ്മി രാജേഷ്, സുമ മേനൻ, ഗായത്രി ഗോകുൽ, പ്രസീത സുനിൽ, അഭിജിത്ത് പിള്ളെ, ശിവദാസൻ മേനൻ.
കാലം ഒരു ജാലം പുഞ്ചിരിയുടെ കാലം കഥ പറയും കാലവും പൂക്കാലവും വന്നേ പൂവിതറും കാലം ഒരു ജാലം പുഞ്ചിരിയുടെ കാലം കഥ പറയും കാലവും പൂക്കാലവും വന്നേ ആഡംബരമാവാടി ആഘോഷം മാവും ചിങ്ങ മാസത്തിൻ ചന്തമോടെ മാവേലി തമ്പ്രാൻ വരവായി ഇതു നമ്മുടെ ഓണം പൊന്നോണം തിരുവോണം ഇതു നമ്മുടെ ഓണം പൊന്നോണം തിരുവോണം മേളത്തിൻ താളവും ആഘോഷത്തിൻ ആരവും പുലികളുടെ ചമയവുമായി പുലിപട വന്നേ പുലികളി തന്നെ മുണ്ടുമുറുക്കി വെല്ലുവിളിച്ച് നെഞ്ചു വിരിച്ചും അടിയടി പൊട്ടണ കൊട്ടണ കൊട്ടണ താളം കേട്ടേ ഇരുവരും ചേർന്ന് പലവരും കൂടി പിടിയൊന്നു മുറുക്കി ഇടയിൽ ഇറങ്ങി കൊടിയും പാറി വരയും താണ്ടി ദീപങ്ങൾ തൊട്ടു വണങ്ങി കൈകൊട്ടി പാട്ടും തുടങ്ങി താളത്തിൽ വട്ടവും ചുറ്റി തിരുവാതിര രാവു തുടങ്ങി ദീപങ്ങൾ തൊട്ടു വണങ്ങി കൈകൊട്ടി പാട്ടും തുടങ്ങി താളത്തിൽ വട്ടവും ചുറ്റി തിരുവാതിര രാവു തുടങ്ങി ഇതു നമ്മുടെ ഓണം പൊന്നോണം തിരുവോണം 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 നല്ല അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി. എവിടെ ഇവര്? എന്താ പിള്ളാരെ കണ്ടോ, എന്ത് നല്ല ഭംഗിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ? നാട്ടിലൊന്ന് നമ്മുടെ ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം, അതിനെന്തായാലും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇതിന്ന് വല്ലതും മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷെ അത്ര പിടി കിട്ടിയില്ല. ബാക്കി അപ്പൂപ്പൻ പറഞ്ഞു തരും. ശരിയാ, പിള്ളേർക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഈ കഥ നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഈ കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് 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 ഒരു മഹാബലി തമ്പുരാനുണ്ടായിരുന്നു. അസുര രാജാവായ മഹാബലി തമ്പുരാൻ പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കള്ളങ്ങളില്ല, ചതിയില്ല, ആരും ഒന്നും നുണയോ ഒന്നും പറയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കൊലയും കൊള്ളയും എല്ലാം. പക്ഷേ അന്ന് ഈ മഹാരാജാവിൻ്റെ ഭരണം കണ്ടിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നത് കണ്ടിട്ട് ദേവലോകത്തിലുള്ള ദേവന്മാർക്ക് അസൂയ തോന്നി. അവരുടെ ദേവലോകം കീഴടക്കുമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സമ്മതം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ മഹാബലി തമ്പുരാൻ നമ്മുടെ ദേവലോകവും കൂടി കീഴടക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാതിരിക്കേണ്ടി വരും. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ എൻ്റെ 5ാമത്തെ അവതാരമായ വാമന അവതാരം എടുത്തിട്ട് ഭൂമിയിൽ വന്ന് മഹാബലി തമ്പുരാനെ എങ്ങനെയെങ്കിലും ഒരു 8ൻ്റെ പണി കൊടുക്കാമെന്ന് പറഞ്ഞു. മഹാബലി തമ്പുരാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ വാമനൻ നേരെ ഭൂമിയിൽ വന്ന് മഹാബലി തമ്പുരാനോട് 3 അടി മണ്ണ് അപേക്ഷിച്ചു. മഹാബലി തമ്പുരാൻ ഒരു ഇതും കൂടാതെ
മഹാബലിക്ക് വാമന് വേണ്ടിയിട്ട് തൻ്റെ 3 അടി ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആദ്യത്തെ പാദം ഭൂമിയിൽ വെച്ചു, മുഴുവനും മഹാബലി തമ്പുരാനിൽ നിന്ന് പോയി. അടുത്തത് ഭൂലോകം. 3ാമത് വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തൻ്റെ തല കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാബലി തമ്പുരാനെ ജരാനരകളില്ലാത്ത ഒരു രാജ്യത്തേക്ക് തൻ്റെ സുഖലോലുപനായ ഒരു ജീവിതത്തിനു വേണ്ടി പാതാളത്തിലോട്ട് ചവിട്ടിത്താത്തി. അന്നേരം മഹാബലി തമ്പുരാൻ ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. നിങ്ങൾക്ക് വർഷത്തിൽ ഒരു ദിവസം വന്ന് നിങ്ങളുടെ പ്രജകളെ കാണാം എന്ന് പറഞ്ഞിട്ടൊരു അനുഗ്രഹവും കൂടി കൊടുത്തു. ആ ദിവസമാണ് ഈ ഓണം. അതാണ് നിങ്ങളിവിടെ കണ്ടത്. ഇപ്പം മനസ്സിലായില്ലേ? ഇനി നമുക്കിവിടെ എന്തൊക്കെ പരിപാടികളുള്ളതല്ലേ? നമുക്ക് കാണാം. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരുന്നീ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ നിന്നാണ് പെണ്ണെ പൊന്നാട് വാങ്ങാൻ വയ്യാതടി. നമ്മുടെ കുട്ടിപ്പട്ടാളം കലക്കിയില്ലേ? അവർക്ക് വേണ്ടി ഒരു നിറഞ്ഞ കൈയ്യടി തന്നെ നമുക്ക് കൊടുക്കാം. കളിച്ച കുട്ടികൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? സംസ്കൃതി പി നമ്പ്യ, അശ്വന്ത് അശോക് നായർ, മാധവ് നായർ, ദേവാത്മിക പി നായർ, സമിത് എസ് നായർ, വേദിക സുധീർ നായർ. അല്ല, നമ്മുടെ മക്കൾ എത്ര നന്നായിട്ടല്ലേ കളിച്ചത്? എന്ത് നന്നായിട്ടാണ് അവർ കളി കളിച്ചത് അല്ലേ? എന്ത് ഭംഗിയാ! ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയ ഭാഗ്യം വന്നോണ്ടാ അല്ലേ? തീർച്ചയായിട്ടും. ഇനി വേറൊരു കാര്യം കൊണ്ടൊന്ന് കേട്ടു. അതെയോ? ഇവിടെയുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും നല്ലൊരു ഓണപ്പാട്ട് പാടുന്നുണ്ടെന്ന്. നിനക്ക് ഇതൊക്കെ പറ്റോ ശാരദേ? ഞാനും പാടും, ഞാനും പാടും കുളിമുറിയില്. അടുത്തതായി പ്രായം ഒന്നിനും തടസ്സമല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഇതിന് വളരെ പ്രത്യേകതയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മുതിർന്ന സഹോദരങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്നാണ് ഈ ഗ്രൂപ്പ് സോങ് പാടുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശൈല ആർ നായർ, ശ്യാമള രാജ് പ്രകാശ്, ഗീത നമ്പ്യാർ, രമ്യ ഗോപ്കുമാർ, രാധിക പത്മരാജ്, ഗീത മോഹനൻ മേനൻ,
ശ്രീജ ഹരിദാസ്, ശ്രീകല വേണുഗോപാൽ, സുജാത നായർ, സുജിത വിനു നായർ, കോമളം ബാബുരാജ്, നളിനി രാധാകൃഷ്ണൻ, ഗോപിനാഥൻ നായർ, രാമചന്ദ്രൻ എ നായർ, വിനു അയ്യപ്പൻ നായർ, മോഹനകൃഷ്ണ, രാജ്പ്രകാശ് നായർ, മോഹനൻ മേനൻ. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളം
കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം പൻവേലിൻ്റെ ആഘോഷമായ NSS മക്കൾ നമ്മൾ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിക്കുന്നു. വരവേൽക്കാൻ താലമുണ്ട്, കൂടെ കൂടാൻ മേളമുണ്ട്, പരിപാടി കൊഴുപ്പിക്കാൻ സദസ്യരുണ്ട്. പ്രവാസികൾ നമ്മളെല്ലാം കേരളത്തിൻ മക്കളല്ലോ, മലയാള തനിമതൻ മലർമങ്കകൾ. ആടിടാം പുതിയ താളം, പാടിടാം പുതിയ രാഗം, മോടി കൂടും മട്ടിൽ നമ്മൾ കണിഞ്ഞൊരുങ്ങാം. പലതരം വിഭവങ്ങളാൽ സദ്യവട്ടം ഗംഭീരമായി എല്ലാം ചേർന്ന ഓണാഘോഷം ഗംഭീരം തന്നെ. ഉയരട്ടെ വാനോളവും ഉണരട്ടെ സങ്കല്പങ്ങൾ, ഉയരട്ടെ യുവത്വങ്ങൾ പടിപടിയായി. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതേതോ, ഓദിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതേതോ, ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതൈതേതോ, തിത്തൈ തകതൈതേതോ, തിത്തൈ തകതൈതേതോ, തിത്തൈ തകതൈതേതോ.